ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ഗപ്പിയുടെ വീഡിയോ. ജലദോഷം പിടിച്ചിട്ട് സൗണ്ടൊക്കെ ഭയങ്കര ഡിസ്റ്റർബായി നിൽക്കുന്ന ടൈം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് താമരയുടെ വിത്ത് മുളപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ താമരയുടെ വിത്ത് മുളച്ച് ഇത്രയും വലുപ്പമായി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് മിനി വന്നപ്പോൾ പറഞ്ഞ്, നിങ്ങളുടെ ഈ താമരയിൽ കൊതുകിൻ്റെ മുട്ട വിരിയോ, അപ്പോൾ പിന്നെ കൊതുക് ഇഷ്ടം പോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഒരു ഗപ്പിനെ റിച്ചുമോളെ ചെയ്യുന്ന വേഗം ഒരു 3 ഗപ്പിക്കുട്ടികളെ കൊണ്ടുവന്നിട്ട് അതിലിട്ടിട്ട് ഒരു 6 മാസം, ഒരു 3 മാസമായിട്ടുള്ള ഗപ്പിക്കുട്ടികളെ കൊണ്ടുവന്നിട്ടിട്ട്. അപ്പോൾ ഒരു 6 മാസമായപ്പോൾ ഗപ്പിക്കുട്ടികളെ കൊണ്ടൊരു സംഭവമായിട്ട് ആ ഇലൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടിട്ട് ഇലയില്ലാത്ത ഭാഗം നോക്കി അവർ മേലെ കയറി കളിച്ച് നടന്നുകൊണ്ടിരിക്കണ്ട. അതാ ഓടിപ്പാഞ്ഞ് ഇഷ്ടം പോലെ ഗപ്പിക്കണേ. അപ്പം ഞാൻ ചെറിയ ഒരു 5 താമര വിത്ത് മുളപ്പിച്ചിട്ടാണ് ഇത്രയും വലിയ താമരയിലായതിട്ട്. കണ്ടില്ല താമരൻ്റെ ഇല വലുതായി, ഇതുവരെ പൂക്കളിട്ടിട്ടില്ല കേട്ടോ. 6 മാസം കഴിഞ്ഞിട്ടപ്പോഴേ വേഗം പൂടുന്നൊക്കെ പറഞ്ഞു. ഇതുവരെ പൂട്ടിട്ടില്ല, 1 വർഷമൊക്കെ ആവുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കണേ. പൂട്ടാൻ ഞാൻ ഉടൻ കാണിക്കൂട്ടാ. ഈ ജലദോഷത്തിൻ്റെ ഡിസ്റ്റർബ് ഉണ്ടായിട്ട് സൗണ്ടിന് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. കണ്ടില്ലേ നിങ്ങൾ, ഗപ്പി കുട്ടികളെ ഇഷ്ടം പോലെ നിറയുണ്ട്. അതാ ഞാൻ അടുത്ത് കാണിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒച്ചും വരുന്നുണ്ട് കേട്ടോ. അത് നോക്കിയാൽ നിറയെ ഗപ്പി, റെഡ്, അതിന് നല്ല ബ്ലാക്ക്, റെഡ്, പിന്നെ ആഷ്, മെറൂണ്, അങ്ങനെ പല കളറിലായിക്കണം കേട്ടോ ഗപ്പി കുട്ടികളെ. ആ ടവർ നിറച്ച്, ആ പാത്രം നിറച്ച്, നമ്മളെ ഈ താമര വെച്ച പാത്രം നിറയെ ഗപ്പിയാണ്. അത് നിറയെ ആകെ 3 ഗപ്പി കുട്ടികളെ കൊണ്ടുവന്നിട്ടതാണ്. അപ്പോൾ ഇനി കുട്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെ ഒഴിവാക്കണം. നിറച്ചുണ്ട്, കാണാൻ തന്നെ ഒരു ഭംഗി. നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഓടി മേലോട്ട് വന്നിട്ട് ഒറ്റടിക്ക് തിന്നിട്ടാണ്. നമ്മളെ സൗണ്ട് കേട്ടാലും ഗപ്പി കുട്ടികൾ നേരെ മേലെ വരും, ഫുഡായിട്ട് വന്നതാ വിചാരിച്ചു.